നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്ന്. AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കി കവല, കട്ടപ്പന. ഇടുക്കിയിൽ തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്താരാഷ്ട്ര ഏജൻസികളെ ഉൾപ്പെടുത്തി സുരക്ഷാ പരിശോധന നടത്തണം. ശബരി റെയിൽപാതയും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനവും നാടിന്റെ അത്യാവശ്യമാണെന്നും നേതാക്കൾ. ചെറുതോണി നേര്യമംഗലം റോഡിൽ കരിമണലിന് സമീപം കാറിനും ബൈക്കിനും നേരെ കാട്ടാനയുടെ ആക്രമണം. ആദ്യം ആക്രമണമുണ്ടായത് കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ. ആനയുടെ ആക്രമണത്തിൽ കാറിന്റെ പിന്നിലെ ഗ്ലാസ് തകർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. UDFന്റെ ശ്രമം 1.5 പതിറ്റാണ്ടിലധികമായി LDFന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാൻ. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ. അടിമാലി കൂമ്പൻപാറയിൽ നിന്നും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് തൃശൂർ സ്വദേശി രാഹുലിനെ. വിശദമായ വാർത്തകൾ. ഇടുക്കിയിൽ തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. കേരള യാത്രയുടെ ഭാഗമായി തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഈ ആവശ്യം ഉന്നയിച്ചത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്താരാഷ്ട്ര ഏജൻസികളെ ഉൾപ്പെടുത്തി സുരക്ഷാ പരിശോധന നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 23 മാസത്തിനിടെ ജില്ലയിൽ 12 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ ഇടപെടൽ. പ്രഖ്യാപിച്ച സുരക്ഷാ പദ്ധതികൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്നും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം എന്ന ആവശ്യം യാഥാർത്ഥ്യമാക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടയ വിതരണം വേഗത്തിലാക്കുക, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഇവർ മുന്നോട്ട് വെച്ചു. ശബരി റെയിൽപാതയും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനവും നാടിന്റെ അത്യാവശ്യമാണെന്നും നേതാക്കൾ ഓർമ്മിപ്പിച്ചു. ഒന്നാമതായി വന്യജീവി ശല്യങ്ങൾ വളരെ രൂക്ഷമായ ഒരു മേഖലയാണ് ഇടുക്കി. കഴിഞ്ഞ 2020 മാത്രം 4 പേരും കഴിഞ്ഞ 23 മാസത്തിൽ 12 പേരുമാണ് വന്യജീവി ശല്യത്തിൽ കൊല്ലപ്പെട്ടത്. അതിന് നല്ലൊരു പരിഹാരം കാണണം. ഒന്ന്, മുല്ലപ്പെരിയാർ പഠനം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതിന് പ്രകടനപത്രികയിലും മറ്റും ആവശ്യങ്ങൾ വരുന്നു എന്നല്ലാതെ സ്ഥിരമായൊരു പരിഹാരമാർഗം ഇതിൽ വന്നിട്ടില്ല. കേന്ദ്ര ഏജൻസികളുടെ സഹായത്തോടെ അതിൻ്റെ തകരാറ് കണ്ടെത്തി നല്ല പുതിയ കര എന്ന കേരള ഗവൺമെന്റിന്റെ സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടത് എന്തുണ്ടോ അതെല്ലാം ചെയ്യുക. മറ്റൊന്ന്, പട്ടയ വിതരണം. അർഹരായവർക്കുള്ള പട്ടയ വിതരണം വേഗത്തിലാക്കുക. 2014 ആരംഭിച്ച ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോഴും ഒരു റഫറൽ ഹോസ്പിറ്റലായിട്ടാണ്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങൾ വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. കേരള യാത്രാ കൺവീനർ വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി, കേരള മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മജീദ് കക്കാട, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് AK അബ്ദുൽ ഹമീദ് ബാഖവി, ജില്ലാ ജനറൽ സെക്രട്ടറി TK അബ്ദുൽ കരീം സഖാഫി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതോണി നേര്യമംഗലം റോഡിൽ കരിമണലിന് സമീപം കാറിനും ബൈക്കിനും നേരെ കാട്ടാനയുടെ ആക്രമണം. കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയാണ് ആദ്യം ആക്രമണം ഉണ്ടായത്. ആനയുടെ ആക്രമണത്തിൽ കാറിന്റെ പിന്നിലെ ഗ്ലാസ് തകർന്നു. കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയാണ് ആദ്യം കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ആനയുടെ ആക്രമണത്തിൽ കാറിന്റെ പിന്നിലെ ഗ്ലാസ് തകർന്നു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തുടർന്ന് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ബൈക്ക് യാത്രക്കാർക്ക് നേരെയും കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ സുരക്ഷിതരാണ്. നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് ബഹളം വെച്ചതോടെയാണ് ആന വനത്തിലേക്ക് പിൻവാങ്ങിയത്. സംഭവത്തെ തുടർന്ന് അല്പനേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സംഭവം അറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ
ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ്. 1.5 പതിറ്റാണ്ടിലധികമായി LDFിന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാനാണ് UDFിന്റെ ശ്രമം. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. അതേസമയം സ്ഥാനാർത്ഥിത്വത്തിനായി നേതാക്കൾ ചരടുവലികളും ആരംഭിച്ചു. പട്ടികജാതി സംവരണ മണ്ഡലമാണ് ദേവികുളം. നിലവിൽ LDFിന്റെ കൈവശമാണ് മണ്ഡലമുള്ളത്. LDFിനെയും UDFിനെയും മാറി മാറി പിന്തുണച്ച ചരിത്രം ദേവികുളം മണ്ഡലത്തിലുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോളമായി തുടർച്ചയായി മണ്ഡലം LDF ആണ് നിലനിർത്തുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിലും ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ നിറയുകയാണ്. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിൽ ഇറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. അതേസമയം സ്ഥാനാർത്ഥിത്വത്തിനായി നേതാക്കൾ ചരടുവലികളും ആരംഭിച്ചു. മുൻ MLA AK മണിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച D കുമാറും സ്ഥാനാർത്ഥിത്വത്തിനായി ശ്രമിക്കുന്നുവെന്നാണ് സൂചന. കോൺഗ്രസ് നേതൃത്വം ഇത്തവണ മണ്ഡലത്തിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാൻ തീരുമാനിച്ചാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ R രാജാറാം, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വട്ടവട സ്വദേശിയുമായ K കൃഷ്ണമൂർത്തി, M മുത്തുരാജ് എന്നിവരിലൊരാൾക്ക് നറുക്ക് വീഴാനാണ് സാധ്യത. മണ്ഡലത്തിലേക്ക് സർപ്രൈസ് സ്ഥാനാർത്ഥി എത്തുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയുണ്ട്. ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ UDFിന് മികച്ച വോട്ട് നില ലഭിച്ചതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് UDFിന്റെ പ്രതീക്ഷ. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. തൃശൂർ സ്വദേശിയായ രാഹുലിനെയാണ് അടിമാലി കൂമ്പൻപാറയിൽ നിന്നും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവിനെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്വദേശിയും 25-കാരനുമായ രാഹുലാണ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായത്. അടിമാലി കൂമ്പൻപാറ ഭാഗത്ത് സംഘം നടത്തിയ പരിശോധനയിലാണ് യുവാവ് കുടുങ്ങിയത്. ഇയാളുടെ പക്കൽ നിന്നും 115 ഗ്രാം ഹാഷിഷ് ഓയിലും പിടിച്ചെടുത്തു. മൂന്നാർ, വട്ടവട ഭാഗങ്ങളിൽ ലഹരി വസ്തു വിൽപ്പന നടത്തുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് NK, ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് KM, യദുവംശരാജ്, മുഹമ്മദ് ഹാഷിം, അലി അഷ്കർ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. കട്ടപ്പനയുടെ സ്വപ്ന പദ്ധതിയായ തണലിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. മാർച്ച് 31 മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കട്ടപ്പന ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിലാണ് തണലിടം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ഈ സ്ഥലത്തെ മരങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് നഗരസഭ തണലിടം എന്ന പേരിൽ ഇവിടെ വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത്. ബജറ്റിൽ 15 ലക്ഷം രൂപ റോഡിന്റെ സൈഡ് കെട്ടിന് അനുവദിച്ചിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ അമൃത് 2.0 പദ്ധതിയിൽപ്പെടുത്തി 37 ലക്ഷം രൂപയും അനുവദിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച തണലിടം പദ്ധതി മാർച്ച് 31 മുമ്പ് നാടിന് സമർപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായവും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഏതാണ്ട് 55 ലക്ഷം രൂപ മുടക്കി ഈ തണലിടം പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. നമ്മുടെ ഈ ബൈപ്പാസ് റോഡിൽ നിലവിലുള്ള വീതി അതേപോലെ നിലനിർത്തിക്കൊണ്ട് ഇവിടെ ലഭ്യമാകുന്ന സൗകര്യത്തിൽ ആളുകൾക്ക് ഇരിപ്പിടവും അതോടൊപ്പം തന്നെ മൂവബിളായിട്ടുള്ള ബാക്കി സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റാണ് നമ്മുടെ തണലിടം പദ്ധതി. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാർച്ച് 31 മുമ്പ് തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിയുമായിട്ടാണ് മുനിസിപ്പാലിറ്റി മുമ്പോട്ട് നീങ്ങുന്നത്. മരങ്ങൾ നശിപ്പിക്കാതെ കല്ലുകെട്ടി സംരക്ഷിച്ച ചാരുബെഞ്ചുകൾ, പൂച്ചെടികൾ, സോളാർ ലൈറ്റ്, ക്യാമറ, കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ, ഫ്രീ വൈഫൈ, എക്സസൈസ് മെഷീൻ, കഫറ്റീരിയ എന്നിവയും തണലിടം പദ്ധതിയിൽ ഇവിടെ യാഥാർത്ഥ്യമാക്കും. SNDP യോഗം ഇടുക്കി യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ നടക്കുന്ന അധിക്ഷേപത്തിനെതിരെയാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. ഇടുക്കി യൂണിയന് കീഴിലെ 19 ശാഖകളിൽ നിന്നുള്ള 1000-ലധികം പേർ പങ്കെടുത്തു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈഴവ സമുദായത്തിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞെന്ന കാരണത്താൽ വെള്ളാപ്പള്ളി നടേശന്റെ മുഖത്ത് കരിയോയിൽ ഒഴിച്ചുള്ള ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ നടപടിക്കെതിരെയാണ് ഇടുക്കി SNDP യൂണിയന്റെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചത്. ഇടുക്കി യൂണിയന് കീഴിലെ 19 ശാഖകളിൽ നിന്നുള്ള പ്രവർത്തകർ പ്രകടനത്തിലും യോഗത്തിലും പങ്കെടുത്തു. സമുദായത്തിന്റെ ആവശ്യങ്ങൾ തുറന്നു പറയുമ്പോൾ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആക്രമിക്കാൻ ഒരുമ്പെട്ടാൽ അത് കേരളത്തിൽ സമരം ആളിപ്പടരുന്നതിന് കാരണമാകുമെന്നും ഏതുവിധേനയും അത്തരം പ്രവർത്തനങ്ങളെ ചെറുക്കുമെന്നും
യോഗം ഉദ്ഘാടനം ചെയ്ത യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് പറഞ്ഞു. ഈഴവ സമുദായത്തിന്റെ വിദ്യാഭ്യാസപരമായ കുറവുകളെ കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് അത് ജാതീയതയാക്കി വെള്ളാപ്പള്ളി നടേശൻ ന്യായം പറഞ്ഞാൽ അത് ജാതിയാണെന്ന് പറയുന്ന മതതീവ്രവാദിയാണെന്ന് പറയുന്ന കേന്ദ്രങ്ങൾക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്, താക്കീതാണ് ഈ പ്രകടനവും പ്രതിഷേധവും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് പി രാജൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ മനീഷ് കുടിക്കേത്ത, PN സതീശൻ, KS ജസ്, ജോബി KS, ഷാജി പുലിയാമറ്റം, ജോമോൻ കണിയാങ്കുടി, വിപിൻ, ഷീല രാജീവ്, മിനി സച്ചി, പ്രീത ബിച്ചു തുടങ്ങിയവർ സംസാരിച്ചു. ചക്കുവള്ളം പഞ്ചായത്തിലെ കട്ടപ്പുറത്തായിരുന്ന ആംബുലൻസ് പുതിയ ഭരണസമിതി പുറത്തിറക്കിയതുമായി ബന്ധപ്പെട്ട് ആക്ഷേപങ്ങൾ ഉയരുന്നു. മുൻ ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ഭരണസമിതി ചെയ്യുന്നതെന്ന് പഞ്ചായത്ത് മുൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT ആരോപിച്ചു. ചക്കുവള്ളത്തെ പൊതുജന ആരോഗ്യ സംരക്ഷണത്തിനായി ഈ ആശുപത്രിയിൽ അവശത അനുഭവിച്ചു വരുന്നവർക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ ആംബുലൻസിൻ്റെ സേവനവും കൃത്യമായി നൽകേണ്ട ഒരു ഭരണസമിതിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ആ കാര്യങ്ങളിൽ കൃത്യമായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഭരണസമിതിയെ ബോധ്യപ്പെടുത്തുകയും അതിന് അംഗീകാരം മേടിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വന്നു. എന്നാൽ ശരിക്കും വാസ്തവവിരുദ്ധമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്തോ കൗശല ബുദ്ധിയോ അതല്ലെങ്കിൽ ഷോ കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എന്ത് സമർപ്പണമാണ് ആംബുലൻസ്? പുതിയ ആംബുലൻസ് മേടിച്ചിട്ടാണോ അവർ സമർപ്പിച്ചത്? ഈ ആംബുലൻസ് ഇവിടെ ടെസ്റ്റിംഗ് പണി പൂർത്തീകരിച്ച് വേണം ആശുപത്രിയിലേക്ക് കൈമാറേണ്ടത്. അത് സമർപ്പണമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും അത് ശരിയായ ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല. എത്രയോ പദ്ധതികളാണ് ഈ കഴിഞ്ഞ ഭരണസമിതി വെച്ചിരിക്കുന്നത്. ആശുപത്രിയുടെ നിർമ്മാണ പൂർത്തീകരണത്തിനായിട്ട് 21 ലക്ഷം രൂപ, അതിന് മുറ്റം ടൈൽ പാകാനുണ്ട്, ജനൽ പിടിപ്പിക്കാനുണ്ട്. ഈ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ സെക്രട്ടറി ടെൻഡർ ഇട്ടിട്ടുണ്ട്. കാരണം സെക്രട്ടറിക്ക് വോട്ടർ പട്ടിക പരിഷ്കരണവും തെരഞ്ഞെടുപ്പിൻ്റെയും പിന്നെ പെരുമാറ്റച്ചട്ടവും ഒക്കെ വന്നുകൊണ്ട് അതിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഭരണസമിതി നോക്കേണ്ടത്. കട്ടപ്പന ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ്ബ് 17 വൈകിട്ട് 5:30 കട്ടപ്പന നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കും. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കായിക വിനോദങ്ങൾ മാറ്റത്തിനായി എന്ന ലക്ഷ്യത്തോടെ യുവജനങ്ങളെ ലഹരി വിമുക്തരാക്കി മാറ്റി കായിക പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഹബ്ബിന് കീഴിൽ കോഴിമല, മുരിക്കാട്ടുകുടി, കക്കാട്ടുകട, തൂങ്കുഴി, ലെബക്കട, രാജമുടി എന്നിവിടങ്ങളിൽ ഉപകേന്ദ്രങ്ങളുണ്ട്. വിദഗ്ധരുടെ കീഴിൽ ഓരോ കേന്ദ്രങ്ങളിലും 50 പേർക്ക് വരെ വോളിബോൾ, ഫുട്ബോൾ പരിശീലനം നൽകും. ഗ്രാമങ്ങളിൽ കളിക്കളങ്ങൾ കണ്ടെത്തി നവീകരിച്ച് കായികോപകരണങ്ങൾ വിതരണം ചെയ്യും. ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ കരുതൽ എന്ന പേരിൽ സാമൂഹിക സേവന പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. ബംഗളൂരു ബ്രെഡ് ഡയറക്ടർ ഫാദർ PS ജോർജ്, സ്പോർട്സ് ഫോർ ചേഞ്ച് ഡയറക്ടർ ഫാദർ ജിറ്റോ കുന്നത്ത്, ഇടുക്കി ഡോൺ ബോസ്കോ സ്പോർട്സ് ഹബ് ഡയറക്ടർ ഫാദർ അജീഷ് കീത്താപ്പിള്ളിൽ, പ്രൊവിൻസ് സ്പോർട്സ് കമ്മീഷൻ കോർഡിനേറ്റർ ഫാദർ ജോഷ് കാഞ്ഞിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിക്കും. ഓരോ സെൻറ്ററിലും 50 കുട്ടികൾക്ക് വെച്ച് സൗജന്യമായിട്ട് കായിക അഭ്യസിക്കാനുള്ള പരിശീലനം നൽകുക, അവർക്ക് കളിക്കാനുള്ള കളി ഉപകരണങ്ങൾ നൽകുക, അവർക്ക് ഉള്ള ജേഴ്സികൾ കൊടുക്കുക. അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇപ്പം കട്ടപ്പന ഹബ്ബുമായി ബന്ധപ്പെട്ട് കോഴിമല, മുരിക്കാട്ടുകുടി, ലെബക്കട, തൂങ്കുഴി, രാജമുടി, കക്കാട്ടുകട എന്നീ സെൻറ്ററുകളാണ് നമുക്കുള്ളത്. അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള ഗ്രൗണ്ടുകളൊക്കെ കണ്ടെത്തി അത് നവീകരിക്കുക. അതോടൊപ്പം തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള കോച്ചിങ് കൊടുക്കുക. ഈവനിങ്ങിൽ അവർക്ക് ഒത്തുകൂടി അവർക്ക് പഠനത്തോടൊപ്പം തന്നെ കായികക്ഷമതയും സന്മാർഗിക ബോധവും ഒക്കെ വളർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സ്പോർട്സ് പ്രവർത്തിക്കുന്നത്. ദരിദ്രരെയും നിലാരംബരെയും സഹായിക്കാൻ വിദ്യാർത്ഥികൾ ഓരോ ദിവസവും ഓരോ രൂപ വീതം സമാഹരിച്ച് ആഴ്ചയിലൊരിക്കൽ അനാഥാലയങ്ങൾക്ക് പൊതിച്ചോറ് നൽകി വരുന്നു. വാർത്താ സമ്മേളനത്തിൽ ഫാദർ അജീഷ് കീത്താപ്പിള്ളിൽ, സണ്ണി കോലോത്ത, സനീഷ് മോഹനൻ, ജിബിൻ സി ബിനു, കെവിൻ മോൻസി എന്നിവർ പങ്കെടുത്തു. തത്സമയം പൗർണമി രാത്രി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കട്ടപ്പനയിൽ നടന്നു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കാഞ്ചേർ രാജൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ദർശനയുടെയും കലാ സാംസ്കാരിക സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രിൻസ് ഓവേലിയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തത്. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി K ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ കാഞ്ചേർ രാജൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. അതിനൊക്കെ ഒരു മനുഷ്യന്റെ സ്ഥാനവും എന്നാൽ മനുഷ്യന്റെ അപ്പുറത്തുള്ള മറ്റുള്ള എല്ലാ ജീവജാലങ്ങളോടും അതിനോടുള്ള ആ ഒരു സ്നേഹവും അതിനോടുള്ള ഒരു പരിഗണനയും എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആണ് അദ്ദേഹത്തിന്റെ രചനകൾ പോകുന്നത് എന്നുള്ളതുകൊണ്ട്
മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു എഴുത്തിൻ്റെ ഉടമസ്ഥനാണ് ശ്രീ ജോൺസൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും ഒരു സാഹിത്യ രംഗത്തെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിന് യാതൊരു ഓട്ടവും തട്ടാതെ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ തെളിയിച്ച ഒരു നിലയിൽ അതിനെ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള കാര്യത്തിൽ ഏറെ സന്തോഷമുണ്ട്. എന്റെ വഴികൾ, ഉയർപ്പ്, തിരക്കുള്ള വണ്ടിയിൽ, ചന്ത ദിവസം, വേര് പൂവിൽ എഴുതിയ കത്തുകൾ എന്നീ രചനകൾക്ക് ശേഷമാണ് തത്സമയം പൗർണമി രാത്രി എന്ന പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. എഴുത്തുകാരി ലക്ഷ്മിദാസിന് പുസ്തകം നൽകിക്കൊണ്ട് സുബിൻ അമ്പിത്തറയിൽ പുസ്തകം പ്രകാശനം ചെയ്തു. ജോസ് കോനാട്ട പുസ്തകം പരിചയപ്പെടുത്തി. മോബിൻ മോഹൻ, KT രാജീവ്, പുഷ്പമ്മ, KR രാമചന്ദ്രൻ, ജോസ് വെട്ടിക്കുഴ, വിനോദ് ജ്യോതിസ്, VS ദീപു, ഷീലാലാൽ, അജീഷ് തായില്യം, നാരായണൻ കാരനാട്ട്, ജയേന്ദ്രൻ മേലഴിയം തുടങ്ങിയവർ സംസാരിച്ചു. കഞ്ഞിക്കുഴി പ്രഭാ സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹൈറേഞ്ച് ഫാർമേഴ്സ് കമ്പനിയിൽ നബാർഡ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. കമ്പനിയുടെ ഭാവി പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും കമ്പനി വിപുലീകരിക്കുന്നതിന്റെയും ഭാഗമായാണ് നബാർഡ് ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമാല സന്ദർശനം നടത്തിയത്. നബാർഡിന്റെ സഹകരണത്തോടെ ജില്ലയിൽ 10-ലധികം ഫാർമേഴ്സ് കമ്പനികളാണ് പൊതുജന പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്നത്. വിഷരഹിത ഉൽപ്പന്നങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് കമ്പനിയുടെ മുഖ്യ ലക്ഷ്യം. നബാർഡിന്റെ സഹകരണത്തോടെ കഞ്ഞിക്കുഴി പ്രഭസിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹൈറേഞ്ച് ഫാർമേഴ്സ് കമ്പനിയിലും കമ്പനിയുടെ എക്സ്പോർട്ട് ഹബ്ബായ കഞ്ഞിക്കുഴി ടൗണിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലുമാണ് നബാർഡ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത്. നബാർഡ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമാല സന്ദർശന പരിപാടികൾക്ക് നേതൃത്വം നൽകി. I came to know that they are doing coconut oil, and also they're collecting spices from their members, and they are sending on bulk, and they already issued more than 1 crore in the last year, and this year up to 1.3 crores business they have done. Very happy to note this, and I hope in the coming years. നബാർഡ് അസിസ്റ്റന്റ് മാനേജർ കേംബ്രിഡ് കണ്ണൻ, ജില്ലാ വികസന മാനേജർ അരുൺ MS, മാനേജിംഗ് ഡയറക്ടർ സിബി മാളിയേക്കൽ, ചെയർമാൻ റോയി ജോസഫ്, CEO റോബിൻ ജോർജ് തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. രുചിഭേദങ്ങളുടെ വിസ്മയം തീർത്ത വണ്ടൻമേട് ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂളിൽ രുചിമേളം 2026 ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തനിമ വിളിച്ചോതുന്ന പരമ്പരാഗത വിഭവങ്ങളും സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, അറബിക് വിഭവങ്ങളും വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങളും കോർത്തിണക്കിയാണ് മേള ഒരുക്കിയത്. പഴമയുടെ രുചിയുള്ള നാടൻ പലഹാരങ്ങൾ, ഔഷധ ഗുണമുള്ള വിഭവങ്ങൾ, വ്യത്യസ്ത തരം മില്ലറ്റുകൾ കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ, നാടൻ പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ എന്നിവ സ്റ്റാളുകളിലെ പ്രധാന ആകർഷണമായിരുന്നു. പാഠപുസ്തക പഠനത്തോടൊപ്പം കുട്ടികളിൽ പാചക കലയോടുള്ള താല്പര്യവും സംരംഭകത്വ മികവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ അധികൃതർ പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് തയ്യാറാക്കിയ വിഭവങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനും അവയുടെ തനത് രുചി ആസ്വദിക്കാനുമായി PTA ഭാരവാഹികളും രക്ഷിതാക്കളും നാട്ടുകാരും വിദ്യാലയത്തിലെത്തി. ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജേക്കബ് നിർവഹിച്ചു. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വിശപ്പ് മാറ്റാനുള്ള ഒരു മാർഗം മാത്രമല്ല, അത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, നമ്മുടെ ആരോഗ്യബോധത്തിൻ്റെ ഒക്കെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഈ ഫുഡ് ഫെസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു സംരംഭക ബോധം, അതുപോലെ തന്നെ ഒരു ടീം സ്പിരിറ്റ്, പിന്നെ നമ്മുടെ പോഷക ആഹാരത്തിൻ്റെ ബോധം, ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ വളർത്തുവാനായിട്ട് ഇപ്രകാരമുള്ള പരിപാടികൾക്ക് സാധിക്കും. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക മായ വസുന്ധര ദേവി, PTA പ്രസിഡന്റ് ലൗലി സാച്ചു തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ സബിത M സലീം, റിയാസ് S, ഹസീന MK എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം കട്ടപ്പന നോർത്ത് ശാഖായോഗത്തിലെ ശാരദാ ബാലജന യോഗത്തിന്റെ കയ്യെഴുത്തു മാസികയുടെ പ്രകാശനവും ആദരിക്കലും നടന്നു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ബാലവേദി കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ശാഖായോഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശാരദ ബാലജന യോഗത്തിലെ കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസികയായ ഗുരുധനിയുടെ പ്രകാശന കർമ്മമാണ് നടന്നത്. ശാഖാ പ്രസിഡന്റ് മനോജ് പതാലിൽ അധ്യക്ഷനായിരുന്നു. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ശാഖായോഗം പ്രസിഡന്റ് മനോജ് പതാലിന് കയ്യെഴുത്ത് മാസിക നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളുടെ അർത്ഥം
അതെങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്നും തൻ്റെ സഹോദരങ്ങൾക്കും സഹജീവികൾക്കും പകർന്നു നൽകണം എന്നുമുള്ള വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ബാലവേദിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഏറെക്കുറെ ഭംഗിയായി തന്നെയാണ് കട്ടപ്പന നോർത്ത് ശാഖായോഗം നടപ്പാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണുന്നതിൽ വലിയ സന്തോഷം മനസ്സിൽ നിറയുന്നു. കുട്ടിക്കാലത്ത് അവൻ്റെ മനസ്സിൽ നിറയുന്ന ചിന്താഗതികളാണ് ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിന് നിദാനമായി വരുന്നത്. യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ, ഇൻസ്പെക്ടിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് PR മുരളീധരൻ, യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ PK രാജൻ, രാജേഷ് KK, മറ്റ് ശാഖാഭാരവാഹികളായ സജീന്ദ്രൻ പൂവാങ്കൽ, പ്രവീൺ വട്ടമല, സുരേഷ് ബാബു, സന്തോഷ് ചാളനാട്ട്, വൈസ് പ്രസിഡന്റ് നിഖിൽ PT തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശാഖായോഗത്തിലെ ആദ്യകാല ഭാരവാഹികളെ ആദരിച്ചു. കട്ടപ്പന നഗരസഭാ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സന്തോഷ് ഒളിനാൽ, കട്ടപ്പന പ്രസ് ക്ലബ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റോയി വർഗീസ്, ബാലവേദി അധ്യാപകർ, മുൻകാല അധ്യാപകർ, കയ്യെഴുത്ത് മാസികയ്ക്കായി പ്രവർത്തിച്ചവർ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം നന്മ സാംസ്കാരിക വേദി ലൈബ്രറി ആൻഡ് മ്യൂസിക്കൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ അനുമോദിച്ചു. നെടുങ്കണ്ടം മേഖലയിലെ ജനപ്രതിനിധികളെയാണ് അനുമോദിച്ചത്. നെടുങ്കണ്ടം പഞ്ചായത്തിൽ നിന്നും വിജയിച്ച 24 അംഗങ്ങളെയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 14 ഡിവിഷൻ മെമ്പർമാരെയും ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം പാമ്പാടുംപാറ ഡിവിഷൻ അംഗങ്ങളെയുമാണ് അനുമോദിച്ചത്. നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് M സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക വേദി പ്രസിഡന്റ് കുഞ്ഞുമ്മൻ കുട്ടിക്കൽ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ടോമി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഇട്ടിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മിനി പ്രിൻസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്യാമള വിശ്വനാഥൻ, അർബൻ ബാങ്ക് പ്രസിഡന്റ് ഡോക്ടർ എം ഗോപി, സാംസ്കാരിക വേദി സെക്രട്ടറി ലേഖ ത്യാഗരാജൻ, ട്രഷറർ സിബിച്ചൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് ഷെറിൽ ചിത്രാലയം, ജോയിന്റ് സെക്രട്ടറി MR രതീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു M തോമസ്, ഷിജു ഉള്ളുരിപ്പിൽ, KN ഷാജി, രതീഷ് നെടുങ്കണ്ടം, സിന്ധു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലാ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ കാഞ്ചിയാർ മേഖലാ സമ്മേളനം തൊപ്പിപ്പാളയിൽ നടന്നു. AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ചിയാർ തൊപ്പിപ്പാള വ്യാപാര ഭവനിൽ വെച്ചാണ് മേഖലാ സമ്മേളനം നടന്നത്. നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ചികിത്സാ ധനസഹായം, വിവാഹ ധനസഹായം, മക്കൾക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയവ നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടി സ്വീകരിക്കാതെ ക്ഷേമനിധി ബോർഡ് പിന്നോക്കം പോകുന്നത് ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് AITUC സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TR ശശിധരൻ പറഞ്ഞു. എന്റെ വീട്ടിൽ ഞാനാ നോക്കുന്നതെന്ന് പറഞ്ഞു ഒന്നും കാശ് കിട്ടത്തില്ല. വിവാഹത്തിന് നമ്മുടെ 2 കുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. പ്രസവം കഴിഞ്ഞാൽ കുട്ടികളെ അവരും പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം. അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. മുമ്പ് നമുക്ക് പള്ളിയിലേക്ക് കൊടുത്താൽ മതി. ഇപ്പൊ അതുപോലെ ഇപ്പൊ ഏത് സമുദായക്കാരും എവിടെ കല്യാണം നടത്തിയാലും ത്രിതല പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കും. അപ്പൊ ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയാണ് നമുക്ക് വേണ്ടത്. ആ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും പിന്നെ നമ്മുടെ ക്ഷേമനിധി കാർഡിന്റെ പച്ചക്കാർഡിന്റെ ആദ്യം മുതൽ 8-9 പേജ് വരെയും നമ്മൾ പൈസ അടയ്ക്കുന്ന പാസ്ബുക്കിന്റെ ആദ്യം മുതൽ പൈസ അടയ്ക്കുന്നവർ വരെ അത്രയും എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഈ രജിസ്ട്രേഷൻ ചെയ്തതിന്റെ ഒരു കോപ്പി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണം. യൂണിയൻ മേഖലാ പ്രസിഡന്റ് ബിൽഫി മാത്യു അധ്യക്ഷനായിരുന്നു. യോഗത്തിൽ യൂണിയൻ സെക്രട്ടറി രഘു കുന്നുംപുറം, മേഖലാ സെക്രട്ടറി വർഗീസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. അഴകിൽ പറന്നിറങ്ങുന്ന മയിലുകളെ കാണാൻ അടിമാലിക്കാർക്ക് ഇപ്പോൾ അധിക ദൂരം സഞ്ചരിക്കേണ്ട. ദിവസങ്ങളായി അടിമാലി ടൗണിന്റെ പരിസര പ്രദേശങ്ങളായ കരിങ്കുളം, ഫയർ സ്റ്റേഷൻ പടി ഭാഗങ്ങളിലൊക്കെ കൂട്ടത്തോടെയാണ് മയിലുകൾ എത്തുന്നത്. ഒരേ സമയം കൗതുകവും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭീതിയും പരത്തുന്നതാണ് മയിലുകളുടെ കാടിറക്കം. മഴയ്ക്ക് മുമ്പ് പീലി വിടർത്തിയാടുന്ന മയിലുകൾ നയന മനോഹര കാഴ്ചയാണ് ഒരുക്കാറുള്ളത്. എന്നാൽ ഇപ്പോൾ കാടിറങ്ങിയെത്തുന്ന മയിലുകൾ പാടത്തും പറമ്പിലും എന്ന് വേണ്ട കോൺക്രീറ്റ് വീടുകളുടെ ടെറസുകളിൽ വരെ ചിറകു വിരിച്ച നൃത്തം വയ്ക്കുന്ന കാഴ്ച സാധാരണയായി കഴിഞ്ഞു. ഇതോടെ മയിലുകൾ ഗ്രാമങ്ങൾക്ക് അപരിചിതമല്ലാതായി മാറി. മൃഗശാലകളിലും ചിത്രങ്ങളിലും മാത്രം കണ്ടു പരിചയമുള്ള മയിലുകളെ വീട്ടുമുറ്റത്ത് കാണുന്നത് അത്ഭുതവും കൗതുകവും സന്തോഷവും നൽകുന്നതാണ്. ഇവിടെ എപ്പോഴും മയിൽ വരുന്നുണ്ട്. 5-6 എണ്ണങ്ങൾ ഇവിടെ ഉണ്ട്. എനിക്ക് മയിലുകളെ ഭയങ്കര ഇഷ്ടമാണ്. ദേശീയ പക്ഷിയുടെ വിരുന്ന് കൗതുകമെങ്കിലും മയിലുകളുടെ കാടിറക്കം ആശങ്ക നൽകുന്നുവെന്ന് പറയുന്നവരുമുണ്ട്. മയിലുകളുടെ വരവ് കടുത്ത വരൾച്ച സൂചിപ്പിക്കുന്നതാണെന്ന് പഴമക്കാർ പറയുന്നു. മയിലിന്റെ കാടിറക്കവും അപൂർവങ്ങളായ ദേശാടനക്കിളികളുടെ കാലം തെറ്റിയുള്ള വരവുമെല്ലാം വരൾച്ചയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും സൂചനയാണെന്ന് പക്ഷി നിരീക്ഷകരും പറയുന്നു.
നെടുങ്കണ്ടം കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ നിലവിലുള്ള താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപക നിയമനത്തിനുള്ള ഇന്റർവ്യൂ 14-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂളിൽ നടക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി എത്തിച്ചേരേണ്ടതാണ്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. മിറർ റൈറ്റിംഗിൽ റെക്കോർഡുകൾ കുറിച്ച് മുൻപോട്ട് പോകുന്ന കൊച്ചുമിടുക്കനാണ് അടിമാലി സ്വദേശി 9ാം ക്ലാസ്സുകാരനുമായ മുഹമ്മദ് അഫ്നാൻ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവ ഇതിനോടകം മുഹമ്മദ് അഫ്നാൻ സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡ് സ്വന്തം പേരിൽ കുറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മുഹമ്മദ് അഫ്നാൻ പറഞ്ഞു. മറ്റുള്ളവർ അക്ഷരങ്ങൾ നേരെ എഴുതുമ്പോൾ അക്ഷരങ്ങൾ തിരിച്ചെഴുതാനാണ് മുഹമ്മദ് അഫ്നാന് താല്പര്യം. മുഹമ്മദ് അഫ്നാൻ എഴുതുന്ന ഈ അക്ഷരങ്ങൾ നേരെ ചൊവ്വെ വായിക്കണമെങ്കിൽ ഒരു കണ്ണാടിയുടെ സഹായം വേണ്ടിവരും. ഇത്തരത്തിൽ മിറർ റൈറ്റിംഗിൽ പ്രാഗൽഭ്യം തെളിയിച്ച റെക്കോർഡുകൾ സ്വന്തം പേരിൽ കുറിക്കുകയാണ് അടിമാലി SNDP സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും മൂന്നാർ സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവറായ നിഷാദിന്റെയും ഭാര്യ അബീന മോളുടെയും ഇളയ മകൻ മുഹമ്മദ് അഫ്നാൻ. എല്ലാവർക്കും വഴങ്ങാത്ത ഒരു എഴുത്തുശൈലി തീരെ ചെറുപ്പം മുതലേ മുഹമ്മദ് അഫ്നാന് ഒപ്പം ചേർന്നു. മുഹമ്മദ് അഫ്നാന്റെ തല തിരിച്ചുള്ള ഈ എഴുത്തിനെ ആദ്യം ആരും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ശകാരം ലഭിക്കുകയും ചെയ്തു. പിന്നീട് പതിയെ മിറർ റൈറ്റിംഗിലെ മുഹമ്മദ് അഫ്നാന്റെ പ്രാഗൽഭ്യം രക്ഷിതാക്കളും അധ്യാപകരുമൊക്കെ തിരിച്ചറിഞ്ഞു. ഇതോടെ 6ാം ക്ലാസ് മുതൽ മുഹമ്മദ് അഫ്നാൻ മിറർ റൈറ്റിംഗിനെ കൂടുതൽ ഗൗരവത്തിലെടുത്തു. ഇന്ന് മിറർ റൈറ്റിംഗിൽ മുഹമ്മദ് അഫ്നാൻ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാംസ് വേൾഡ് റെക്കോർഡ് എന്നിവ സ്വന്തം പേരിൽ കുറിച്ചു. ഗിന്നസ് റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് മുഹമ്മദ് അഫ്നാൻ പറഞ്ഞു. ഞാൻ ചെറുപ്പം തൊട്ടേ മിറർ റൈറ്റിംഗ് ചെയ്യാറുണ്ട്. ഒരു 6-7 ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഞാൻ ഇത് സീരിയസ് എടുത്തത്. അപ്പോഴാണ് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കലാം ബുക്ക് ഓഫ് റെക്കോർഡും കിട്ടുന്നത്. അപ്പോഴാണ് ഞാൻ ഗിന്നസിലായിട്ട് മത്സരിക്കുന്നുണ്ട്, കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അതല്ലാണ്ട് പിന്നെ മോണോ ആക്ടിന് ഞാൻ സ്റ്റേറ്റ് ലെവലാണ്, പിന്നെ വട്ടപ്പാട്ടൊക്കെ ചെയ്യും. അതുപോലെ ടീച്ചർമാരാണെങ്കിലും വീട്ടുകാരാണ് നല്ല സപ്പോർട്ടായിരുന്നു. മിറർ റൈറ്റിംഗിൽ മാത്രമല്ല ഈ കൊച്ചുമിടുക്കൻ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളത്. കലോത്സവ വേദികളിൽ മോണോ ആക്ട് മത്സരത്തിലും വട്ടപ്പാട്ട് മത്സരത്തിലും മുഹമ്മദ് അഫ്നാൻ സജീവ സാന്നിധ്യമാണ്. പോയ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ട് മത്സരത്തിൽ ഫസ്റ്റ് A ഗ്രേഡ് മുഹമ്മദ് അഫ്നാൻ കരസ്ഥമാക്കിയിരുന്നു. ചിത്രരചനയും മുഹമ്മദ് അഫ്നാന് നല്ലപോലെ വഴങ്ങും. നിയമപഠന വിദ്യാർത്ഥിനിയായ അജിനമോളാണ് മുഹമ്മദ് അഫ്നാന്റെ സഹോദരി. കലാപ്രകടനത്തിനും മിറർ റൈറ്റിംഗിനും എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവുമായി കുടുംബവും ഒപ്പമുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ദ കാർഡമം പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കമ്പനി ഏലക്കാ ലേല വിവരം. ആകലോട്ട 299, വിൽപ്പനയ്ക്ക് വന്നത് 1,38,831, വിൽപ്പന നടന്നത് 1,02,355, കൂടിയ വില 3,177, ശരാശരി വില 2,517. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,450, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 400, ഗ്രാമ്പു 875, കൊക്കോ 90, റബ്ബർ 170. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 13,030 രൂപ, വെള്ളി 287. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാ പ്രമുഖ കമ്പനികളുടെയും കാർഷിക യന്ത്രോപകരണങ്ങൾ ഇനി AN ഏജൻസീസിൽ നിന്നും.
AN ഏജൻസീസ്, പുളിക്കൽ ബിൽഡിംഗ്, ബൈപ്പാസ് റോഡ്, ഇടുക്കിക്കവല, കട്ടപ്പന. ഇടുക്കിയിൽ തുടരുന്ന വന്യജീവി ആക്രമണങ്ങളിൽ ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്താരാഷ്ട്ര ഏജൻസികളെ ഉൾപ്പെടുത്തി സുരക്ഷാ പരിശോധന നടത്തണം. ശബരി റെയിൽപാതയും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ വികസനവും നാടിന്റെ അത്യാവശ്യമാണെന്നും നേതാക്കൾ. ചെറുതോണി നേര്യമംഗലം റോഡിൽ കരിമണലിന് സമീപം കാറിനും ബൈക്കിനും നേരെ കാട്ടാനയുടെ ആക്രമണം. ആദ്യം ആക്രമണമുണ്ടായത് കുടുംബം സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ. ആനയുടെ ആക്രമണത്തിൽ കാറിന്റെ പിന്നിലെ ഗ്ലാസ് തകർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നീക്കം കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചതോടെ ദേവികുളം മണ്ഡലത്തിൽ ആര് UDF സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യത്തിൽ ആകാംക്ഷ. UDFന്റെ ശ്രമം 1.5 പതിറ്റാണ്ടിലധികമായി LDFന്റെ കൈവശമുള്ള മണ്ഡലം തിരികെ പിടിക്കാൻ. മികച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തി സജീവമായി കളത്തിലിറങ്ങിയാൽ മണ്ഡലം തിരികെ പിടിക്കാമെന്ന പ്രതീക്ഷയിൽ UDF. വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന ഹാഷിഷ് ഓയിലുമായി യുവാവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിൽ. അടിമാലി കൂമ്പൻപാറയിൽ നിന്നും നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത് തൃശൂർ സ്വദേശി രാഹുലിനെ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.